ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ് ബ്രസീലിൽ വെച്ച്. അവിടെ ഇന്ത്യ, റഷ്യ, ചൈന 3 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിൽ ചൈനയെ റഷ്യ ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്. റഷ്യയുടെ കാര്യം, ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ മുന്നോടിയായി റഷ്യ പറയുന്നു, ഞാനിപ്പോൾ പൊതുപരിപാടി, റഷ്യയുടെ പ്രസിഡന്റ് പറയുന്നു, ഞാനിപ്പോൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയിലല്ല, അതുകൊണ്ട് ഞാൻ വിട്ടു നിൽക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രത്യേക അത്താഴ വിരുന്നൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ബ്രസീൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷെ ചൈന വേണമെങ്കിൽ വന്നിട്ട് പോടാ എന്നുള്ളൊരു നിലപാടിലാണ് ചൈനയെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ചൈനയുടെ ഭരണാധികാരി ഷീ ജിൻപിങ് പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ ആ ഉച്ചകോടി പങ്കെടുക്കില്ല. എന്തായിരിക്കും പക്ഷേ ചൈന പൊങ്ങുന്നതിന്റെ പിന്നിൽ? അല്ല, ബ്രിക്സ് ഉച്ചകോടി വരുമ്പോഴേ നമ്മൾ നേരത്തെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നതാണ്. ഒന്ന്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ വിഷയം അവിടെ പ്രധാനപ്പെട്ടതായിട്ട് ഉയരാൻ സാധ്യത. കാരണം ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയും. അപ്പോൾ ഇറാനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയ സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടിരുന്നു. ആ പ്രമേയം വരും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ അതിലൊക്കെ ഇടപെട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭൂമിക നിർമ്മിക്കേണ്ടതില്ല എന്ന് റഷ്യയും അതേപോലെ ചൈനയും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അവരതിൻ്റെ അകത്ത് മാറി നിൽക്കുന്നത്. അവരതിൻ്റെ പ്രധാന കണ്ണികളാണ്, ശരിയാണ്. പക്ഷേ അവർക്കിപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ അതിൽ അമേരിക്കയുടെ ഇടപെടൽ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നീങ്ങുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖയിൽ എത്താത്തത് കൊണ്ട് തന്നെയാണ് ചൈനയും അതുപോലെ തന്നെ റഷ്യയും അതിൽ പങ്കെടുക്കാത്തത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനവർ ഓരോ കാരണങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് ചൈന പങ്കെടുക്കുന്നില്ല എന്നുള്ളതിന് അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും അല്ല അവർ നൽകുന്നത് എന്നതാണ് പ്രശ്നം. ചൈന പങ്കെടുക്കാത്തതിന് പിന്നിൽ വരുന്ന കിംവദന്തികൾ ഇതാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് 78 വയസ്സായി. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിച്ചാടി ഇങ്ങനെ ഓരോ എണ്ണയിട്ട യന്ത്രം പോലെ എണ്ണയിട്ട യന്ത്രങ്ങൾക്ക് പോലും ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നാണ് പലരും പറയുന്നത്. അത്രത്തോളം കൃത്യമായി രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അപ്പോൾ ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ച് ഷീ ജിൻപിങ് ഒരു ഇൻട്രോവേർട്ടാണ്. കൂടുതൽ സംസാരിക്കാൻ അറിയില്ല, ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഈ ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദി ഒരേ വേദിയിലെത്തിയാൽ കയ്യടി മുഴുവൻ വാങ്ങിക്കൊണ്ട് പോകുന്നത് നരേന്ദ്രമോദിക്കാണ്. മാത്രമല്ല, ഇതിനു മുൻപ് റഷ്യയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിലും രണ്ടുപേരും പങ്കെടുത്തിരുന്നു. അന്നും നരേന്ദ്രമോദിക്കാണ് കയ്യടി മുഴുവൻ കിട്ടിയത്. ഷീ ജിൻപിങ്ങിന് അതിൽ ചെറിയ അസൂയ ഉണ്ട്. അതുകൊണ്ട് പുടിൻ വന്നാൽ കുറച്ച് പുടിനൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനമെങ്കിലും ഉണ്ട്. ഇതിപ്പോ മോദി വന്നിരിക്കുമ്പോൾ താൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരവസ്ഥ വരും. അതുകൊണ്ടാണ് അസൂയ മൂത്താണ് ഷീ ജിൻപിങ് പിന്മാറിയത്. അതായത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഒരു മോദി തരംഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയപ്പാടിലാണ്. അതായത് ഇവിടുത്തെ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അവിടെ ചൈനയിൽ ഷീ ജിൻപിങ് ഇരുന്ന് ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത്. കിംവദന്തികളാണ്. 78 വയസ്സായ പ്രധാനമന്ത്രി ഇപ്പോൾ ബ്രസീലിൽ എത്തുന്നതിന് മുമ്പേ ആഫ്രിക്കയിലെ ലാറ്റിൻ അമേരിക്കയും ഒക്കെ സന്ദർശിച്ച് പിന്നെ ഖാന, അർജന്റീന, നവീഡിയ പോലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ബ്രസീലിൽ എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കണമെങ്കിൽ നമുക്ക് പ്രയോജനകരമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം, അതിനു വേണ്ടിയിട്ടായിരിക്കും സന്ദർശനം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു അസൂയ ലോക നേതാക്കന്മാർക്കിടയിൽ ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മോദി ഒരു ഉലകം ചുറ്റും ബാലിബാൻ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഈ പബ്ലിക് സ്ഫിയറിനകത്ത് എവിടെയൊക്കെയാണോ സ്പേസ് കിട്ടുന്നത് അവിടെയൊക്കെ കയറി നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് തയ്യാറാണ്. കാരണം അദ്ദേഹം നല്ലൊരു ഒറേറ്ററാണ്, വാഗ്മിയാണ്. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ തന്നെ സംസാരിച്ചാലും മതി, ട്രാൻസ്ലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഹിന്ദിയിൽ അത്യുജ്വലമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനായിട്ട് ഈ ടെലിപ്രോംപ്റ്റർ എന്ന് പറയുന്നതായിട്ടുള്ള ഉപകരണമൊക്കെ വെച്ചിട്ട് പുള്ളി അടിച്ച് തകർത്ത് സർവ്വ രാഷ്ട്രീയ നേതാക്കളും വീഴിക്കും. അതുകൊണ്ടാണ് കയ്യടികൾ കിട്ടുന്നത്. കാരണം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും കയ്യടി കിട്ടണമെങ്കിൽ അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്, ഇന്ത്യയിലും പെർഫോം ചെയ്യാറുണ്ട്, പുറത്തും പെർഫോം ചെയ്യാറുണ്ട്. പെർഫോം ചെയ്യുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ടെലിപ്രോംപ്റ്റർ എന്ന് പറയുന്നത്. അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. മറ്റ് നേതാക്കൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ അവർ അതിൽ താല്പര്യമല്ല, അവരത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിൽ പോലും മറ്റ് രാഷ്ട്രീയ നേതാക്കളൊന്നും ഇത്
കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും അവരിൽ നിന്ന് കയ്യടി ഉണ്ടാക്കാനും ഉള്ള കൗശലം നന്നായിട്ട് നരേന്ദ്രമോദിക്കുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ചൈന എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ വെറുതെ ഈ എന്താണ് ലോക നേതൃത്വത്തിൻ്റെ ഇടയ്ക്ക് കുശുമ്പിൻ്റെ മാത്രം പ്രശ്നമല്ല. ചൈന വളരെ ഷൂഡായിട്ട് ലോക രാഷ്ട്രീയത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവർ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അമേരിക്ക അടിച്ചിട്ട് അതിൻ്റെ മുന്നിലേക്ക് കയറുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നിരന്തരമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരിപ്പോൾ ഈ യുദ്ധങ്ങളെയൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? യുദ്ധങ്ങളെ ഒരു അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ യുദ്ധത്തിൽ ഇടപെടുക എന്ന സമീപനമാണ് ചൈന എപ്പോഴും എടുത്തിട്ടുള്ളത്. ഇപ്പോഴും എടുക്കുന്നത് അങ്ങനെയാണ്. കാരണം അതിനെയും സാമ്പത്തികമായിട്ടുള്ള വലിയ നേട്ടമാക്കി മാറ്റുക. മറ്റു രണ്ട് രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്തിട്ട് നല്ലത്. അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ വേണമെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കാം, അത് വാങ്ങിച്ച് ഞങ്ങൾക്ക് കാശൊന്നും മതി എന്നാണ്. ഇങ്ങനെ കച്ചവടക്കാരൻ മാത്രമായിട്ടുള്ള രീതിയിലേക്ക് ആര് മാറിയിട്ടുണ്ട്? ചൈന മാറിയിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തുള്ള ഒരു കച്ചവട കണ്ണ് കൂടിയായിരിക്കാം ഇതിനകത്ത് വരണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു പ്രമേയം വരാനുള്ള സാധ്യതയും നിലപാട് വ്യക്തമാക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ ആ നിലപാടെന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലിനെതിരെ നിലപാടായിട്ട് മാറും. ഇസ്രായേലും ചൈനയൊക്കെ നല്ല നല്ല ബന്ധത്തിലാണ്. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല വ്യാവസായിക വാണിജ്യ ബന്ധമാണുള്ളത്. അത് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യത്തിന് വിരുദ്ധമായി തീരാം. ഇറാൻ്റെ കാര്യത്തിൽ ഇറാനിൽ നിന്ന് വളരെ കംഫർട്ടബിളായിട്ടുള്ള പ്രൈസിന് എണ്ണ വാങ്ങിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. അതുകൊണ്ട് ഇറാനും ഒപ്പം നിൽക്കണം, ഇസ്രായേലും ഒപ്പം നിൽക്കണം. രണ്ട് സ്ഥലത്തും അവർക്ക് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം മുഴുവനും കച്ചവട താല്പര്യമാണ്. അപ്പോൾ അതിന് പ്രശ്നം വരാതിരിക്കാൻ കൂടി ആകാം വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഈ സാധാരണ ഈ പ്രമേയമൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ നിലപാട് നമുക്ക് കൃത്യമായി പറയാമല്ലോ. ഇന്ത്യ പലപ്പോഴും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പലതിലും ഇപ്പോൾ പ്രതിരോധ മന്ത്രിയൊക്കെ പങ്കെടുത്ത സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ ഞങ്ങൾ ഒപ്പിടില്ല എന്ന നിലപാടെടുത്താൽ അത്ര തന്നെ. ചൈന എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് ചോട്ടിയ ഒരു സമീപനം സ്വീകരിക്കുന്നത്? അല്ല, ചൈനയുടെ പ്രധാന താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കച്ചവട താല്പര്യമാണ്. കച്ചവട താല്പര്യത്തിന് ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒപ്പത്തിലല്ലല്ലോ, രണ്ടുപേരും യുദ്ധത്തിലാണ്. അതെ. അപ്പോൾ ഇത് കഴിഞ്ഞ് ആ യുദ്ധത്തിൽ ആര് ശരി ആര് തെറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കേണ്ടി വരും. അല്ല, ഇന്ത്യയുടെ നിലപാടും അങ്ങനെയാണല്ലോ. ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇറാന് നമുക്ക് ഇപ്പൊ ഇറാൻ ഇന്ത്യയോട് സംസാരിച്ച് 45 മിനിറ്റ് ഇറാൻ പ്രസിഡന്റ് മോദിയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇസ്രായേലും ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് തന്നെയാണ്. നമ്മൾ എന്നിട്ട് അതിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ ചൈനയ്ക്ക് സ്വാഭാവികമായ ഒരു ഭയം അല്ലെങ്കിൽ ഈ കച്ചവട ആ രീതിയിലേക്ക് തന്നെ കച്ചവട താല്പര്യം ഉണ്ട് എന്ന് നമുക്കിങ്ങനെ അനുമാനിക്കാം. അതുകൂടാതെയും വേറെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ ഉണ്ടാകാം. ഇതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം. തൽക്കാലം എന്തായാലും അവരില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരില്ലാതിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ, ചൈന, ഇന്ത്യ ഇതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ, പിന്നെ ഇറാൻ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ പങ്കെടുക്കുന്ന പ്രധാനി അതാണ് ചൈന. അപ്പോൾ അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ അതിനകത്ത് വരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർക്കുള്ള ഒരു പ്രാമുഖ്യവും പ്രാധാന്യമൊക്കെ അതിനകത്ത് എന്തായാലും ലഭ്യമാകും. റഷ്യ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും നേരെയൊക്കെ അതിനകത്ത് കൂടുതൽ പ്രാമുഖ്യം ഉണ്ടാകാൻ കഴിയും. അപ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ വിഷയം കൊണ്ട് കൂടി ആകണമെന്നില്ല. പ്രാമുഖ്യമില്ലായ്മ വരും എന്ന് കരുതിക്കൊണ്ട് മാത്രമാകണമില്ല. താല്പര്യം എനിക്ക് തോന്നുന്നത് വ്യവസായിക താല്പര്യവും വാണിജ്യ താല്പര്യവും തന്നെ ആയിരിക്കാം എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ശരിക്കും അപ്പോൾ ഈ ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങളിലെന്ന് വെച്ചാൽ ഇന്ത്യ കുറച്ചും കൂടി ഇതിനകത്ത് ഫ്ലെക്സിബിളാണ്, ചൈനയേക്കാൾ വ്യത്യസ്തമാണ്. ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. നമ്മുടെ ശത്രുവാണ്, പക്ഷേ ചൈനയുടെ സുഹൃത്താണ്. സിലോണിൽ പോലും നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ചൈന അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് താല്പര്യമില്ലാത്ത പല രാഷ്ട്രങ്ങളോടും സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ചൈന. എന്നാൽ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് അത്ര വലിയ ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയും കച്ചവട താല്പര്യമാണ് പ്രധാനപ്പെട്ടത്. ചൈനയ്ക്ക് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണം, അതുപോലെ തന്നെ ചൈനയുടെ അസംസ്കൃത വസ്തുക്കൾ വിറ്റഴിക്കണം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ചൈനയുടെ അസംസ്കൃത വസ്തുക്കളാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ എപ്പോഴും കച്ചവടം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ചൈനയുടെ ഒരു പെക്യൂലിയർ ക്യാരക്ടർ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ വാണിജ്യത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കുമോ
ഈ പങ്കെടുക്കാതിരിക്കുന്നതിന് പിന്നിൽ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ധന്യ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കയ്യടി നേടുന്ന ആൾ ആര് തന്നെയായിരിക്കും? മോദി തന്നെയായിരിക്കും. അതിൽ തർക്കമില്ല. കാരണം മറ്റേയാൾക്ക് കയ്യടിയിരുന്ന ആവശ്യം ആഗ്രഹമൊന്നുമില്ല. കാരണം അയാൾ അവിടുത്തെ സ്വേച്ഛാധിപതിയാണ്. അയാൾ പറഞ്ഞൊക്കെ നാട്ടുകാർ കേട്ടുകൊണ്ടിരുന്നോളണം. വേറെ കയ്യടിയൊന്നും അടിക്കണ്ട, കയ്യടിക്കേണ്ടെന്ന് പറഞ്ഞാൽ കയ്യടിക്കണ്ട, കയ്യടി വേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞു. ഒരാൾ കയ്യടി നേടാൻ ആഗ്രഹിക്കുന്നു, അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മാത്രമല്ല ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒപ്പം നടന്ന് അവരുടെ സൗഹൃദം ഉണ്ടാക്കലാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നും മോദി പ്രഖ്യാപിക്കുന്നുണ്ട്. വെറുതെ ഉലകം ചുറ്റുകയല്ല ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ സൗഹൃദത്തെ വളർത്തി വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടി അതിനകത്തുണ്ട്. ആ പരിപാടി കൊണ്ട് മാത്രമാണ് ഒരേ സമയം ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് മോദിക്ക് കഴിയുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേരിചേര രാഷ്ട്രത്തിൻ്റെ നേതൃത്വമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അതൊരു പുതിയ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നതാകാം ഇത് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.